എല്ലാവർക്കും നമസ്കാരം. നോർത്ത് അമേരിക്കൻ മലയാളികളുടെ സാമൂഹിക പ്രതിബദ്ധതയും സാംസ്കാരിക ഉന്നമനവും എന്നെന്നും ഉയർത്തിക്കാട്ടുന്ന അമേരിക്കൻ മലയാളികളുടെ ഹൃദയസ്പന്ദനമായ ഫോക്കാനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ആദ്യം തന്നെ നന്ദി പറയും. ഞാൻ മീഡിയ രംഗത്തും പ്രവർത്തന പരിചയമുണ്ട്. 7-8 വർഷത്തെ. ഇപ്പം കൈലി TV USA ആങ്കറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. ഒരു വെറും ആങ്കർ അല്ല, അമേരിക്കയിൽ പല സ്ഥലങ്ങളിൽ ഷോസ്, അതിൻ്റെ കൺസെപ്റ്റ് എല്ലാം റൺ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലും എനിക്ക് റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു ജുവലറിയുടെ ആർട്ട് ഷൂട്ട് ചെയ്യാൻ ഇടയുണ്ടായി. നമസ്തേ, ഞാൻ പമീല. നാട്ടിലെ ട്രാൻഡത്താണ്. ഇവിടെ വന്നിട്ട് 5 വർഷമായി. ഞാൻ 20 വർഷമായിട്ട് അമേരിക്കയിലുണ്ട്. പ്രൊഫഷണലി ഐ എം എ നഴ്സ് പ്രാക്ടീഷണർ. So I immigrated to the US with Bachelor's of Science degree in nursing from CMC Vellore. One of the main motivation for me to immigrate here was to further my career, and I have to say I'm so happy that I was able to accomplish some of it. I did initially go back to school to complete Master's of Science in Family Nurse Practitioner. Subsequently, I did obtain my psychiatric and mental health nurse practitioner because I have a true passion for mental health nursing. Eventually, I was able to obtain my doctorate in nursing practice, and I have to say this has been one of the greatest accomplishments of my career. Athletically, ഞാനൊരു സ്വിമ്മറാണ്, റണ്ണറാണ്. ഇപ്പോൾ എൻ്റെ പുതിയ പാഷൻ അത്ലറ്റിക്സിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. വീട്ടിൽ വെച്ചിട്ടൊരു അമ്മക്കുട്ടിയായിട്ട് വളർന്ന ഞാൻ ഇവിടെ വന്ന് ഭയങ്കര ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ട് കുറച്ച് നാളുകൊണ്ട്. ഈ ഒരു സ്ലൈഡിൽ കാണുന്നതും എൻ്റെ ഹാപ്പിനെസ് ഇതിൽ കാണുന്നത് കറക്റ്റിൻ്റെ ഹാപ്പിനെസ് ആണ്. എന്താണെന്ന് വെച്ചാൽ അത്ര നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയത് കൊണ്ടാണ്. ഓക്കെ പറയുന്നതല്ല, കാര്യം പറയുന്നതാണ്. റിച്ച്മണ്ട് വെർജീനിയയിൽ താമസമാക്കിയ ഞാൻ വെർജീനിയ കോമൺവെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കരസ്ഥമാക്കി. മാസ്റ്റേഴ്സ് പഠിത്തത്തോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിലെ സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് ലാബിൽ റിസർച്ച് അസിസ്റ്റന്റായി ജോലി ചെയ്യുവാനും നാസയുടെയും US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജീസിന്റെയും നിസ്റ്റിന്റെയും ഒക്കെ റിസർച്ചുകളുടെ ഭാഗമാകുവാനും പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. കുട്ടികളിലും മലയാളിയും തനിമയും സംസ്കാരവും വളർത്താൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അവരോട് മലയാളം തന്നെ സംസാരിച്ചും നാട്ടിലെ കഥകൾ പറഞ്ഞു കൊടുത്തും കേരള വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കിയും മലയാളം സിനിമകൾ കണ്ടും ഒരു മലയാളി കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. I'm up here on this stage today because like I said, there have been many times where I feel like I don't, fit into that mold. And I just want to say to anyone who maybe could relate to anything that I'm saying up here, that, it's not important that you fit in a certain group, but more importantly, it's important that you follow what you believe in. What are you passionate about? What do you love to do? And for me, that is what makes me a strong and wonderful Malayali woman, because of the support of everyone here. So thank you all so much. I really appreciate it. I really look forward for the judges and everyone to get to know me better in the future rounds.